ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ് തലക്കേടൻ. ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഡക്ക് മപ്പാസ്, താറാവ് മപ്പാസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിനാവശ്യമായിട്ട് ഞാനൊരു 1/200 ഡക്ക് ഇതേപോലെ സ്ലൈസ് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് കഴുകി റെഡിയാക്കിയിട്ട് ഇതിനകത്ത് ഞാൻ കഴുകാൻ പോകുന്നത് വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകും. അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയൊരു മണമൊക്കെ പോവും. എന്നിട്ട് അതിന് ശേഷം ഞാനൊരു കുക്കറിലിട്ട് അടിച്ചെടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് വേവിക്കുമ്പോൾ ചിലപ്പം ഇച്ചിരി വേവാൻ ടൈം എടുക്കും, കുക്കാവാനായിട്ട് സമയം എടുക്കും. അപ്പോൾ ഞാനിത് ഒന്ന് റെഡിയാക്കിയെടുത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ട് ആ പാൻ ചൂടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് ഞാൻ ഇതിന് ഇത്ര എടുത്തിട്ടുണ്ട്. ഡക്കിന് വേണ്ടിയിട്ട് കറിയാമ്പൂ, ഏലക്കായ ഒരു 5 എണ്ണം, കറുകപ്പട്ട അതിൽ 2-3 കഷ്ണം, പിന്നെ ബേ ലീഫ് ഇത്രയിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ചേക്കണേ, ചോപ്പ് ചെയ്ത് വെച്ചേക്കണേ ഗാർലിക്ക്, ജിഞ്ചർ ഇത്ര എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലി ഇത്ര എടുത്തിട്ടുണ്ട്, ഒരു 4 എണ്ണം, പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു 3 സവാള അരിഞ്ഞത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കണം. ഞാൻ ഇതിനകത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഓണിന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം, പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂണ് കുരുമുളക് പൊടിച്ചത്, പെപ്പർ പൗഡർ ആഡ് ചെയ്യാണ്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. 1/2 സ്പൂണ് ഗരം മസാല ആഡ് ചെയ്യാണ്, പൊടിച്ച മസാലപ്പൊടി. 1 സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യാണ്. ഉപ്പ് ആവശ്യത്തിന്. എല്ലാം ഇളക്കി ആഡ് ചെയ്യാം, റെഡിയാണ്. ഞാനിതിനകത്ത് കുറച്ച് കാഷ്നട്ട് അരച്ച് ചേർക്കാൻ പോവാണ്. ഒരു 100 ഗ്രാം കാഷ്നട്ടാണ് അരച്ച് ചേർക്കുന്നത്. ഞാനിതിനകത്തേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം രണ്ടാം പാലില്ലാത്തതുകൊണ്ട് ഞാൻ മാഗി കോക്കനട്ടാണ് ആഡ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് ഇതിനകത്ത് ഒരു 2 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുക്ക് ചെയ്യുമ്പോൾ ചേരുന്ന താറാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്, ഡക്ക് ബോയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നാടൻ താറാവൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി വേവ് കൂടുതൽ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് കുക്കറിൽ അടിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിനകത്തേക്ക് പൊട്ടറ്റോ ഒരെണ്ണം ബോയിൽ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതിനകത്തേക്ക് ഞാൻ മാഗി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മെൽറ്റാവാൻ പാടാണ്. അതോടൊപ്പം തന്നെ കാഷ്നട്ട് അരച്ചത് ആഡ് ചെയ്യണം.
ഒന്ന് ഇളക്കി യോജിക്കും. മപ്പാസിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പൊടിച്ച മസാലപ്പൊടി ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റെഡിയാവാറാകുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ച് അതിൻ്റെ ഫ്ലേവർ നല്ല ഒരു ഇത് കിട്ടും, ടേസ്റ്റ് ഉണ്ടാവും. ശരി, ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറ്. നല്ല മണമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, ഫോളോ ചെയ്യും, കമൻറ്റ് ചെയ്യും എല്ലാം ചെയ്യണം കേട്ടോ. അങ്ങനെ താറാവ് മപ്പാസ് റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയുള്ള ഐറ്റംസാണിത്. താറാവ് മപ്പാസ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ വെരി ഈസി ആയിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ക്രിസ്മസൊക്കെ അല്ലേ, അപ്പം അത് കാരണം കൊണ്ട് താറാവിൻ്റെ മപ്പാസ് റെഡിയാക്കിയതാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.